അതുകൊണ്ട് ഇന്ന് സന്ധ്യാസമയം നിങ്ങളെ നോക്കി വലിയ അങ്ങ് ഒത്തിരി എൻകറേജ് ചെയ്യുന്ന ഒരു മെസ്സേജായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും. എന്നാൽ ഇതാ കേട്ടോ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിലോട്ട് ഒന്നുകൂടെ ഒന്ന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുന്നു. ആ ക്വസ്റ്റ്യൻ ഞാൻ ഓപ്പണായിട്ട് വെക്കുന്നു. നമുക്ക് തന്നെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാൻ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസാണ് സകലതും ദൈവം നമുക്ക് വേണ്ടി നന്മയ്ക്കായി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ആ വാക്യം എഴുതിയിട്ടുള്ളത് പോലെ തന്നെ ഒരു കണ്ണും കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ, ആരും കേട്ടിട്ടില്ലാത്ത രീതിയിലൊക്കെ ദൈവത്തിന് നമുക്ക് വേണ്ടി കരുതുവാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പറ്റും. എന്നാൽ അതിൻ്റെ കണ്ടീഷൻ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകിട്ട് നിങ്ങളെ ഒന്നുകൂടൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ആ സ്നേഹത്തിലോട്ട് നമുക്കൊന്ന് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബൈബിൾ നോക്കിയപ്പോഴേ എല്ലാവരും ഒന്നും അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചതായിട്ടൊന്നും നമുക്ക് കാണാൻ ഒക്കത്തില്ല. എല്ലാവരും ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിൻ്റെ അടുത്തോട്ട് വന്നു. ശരിയാണ്, ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ ഒത്തിരി കുറച്ച് ആൾക്കാരെ കുറിച്ച് ബൈബിളിനകത്ത് അങ്ങനെ ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളൂ. ഒത്തിരി അധികം ദൈവത്തെ സ്നേഹിച്ചതൊക്കെ ഒത്തിരി കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതിനകത്ത് 3 പേരെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദാവീദിനെ കുറിച്ച് നമുക്കറിയാം. ദാവീദ് ഒത്തിരി സങ്കീർത്തനങ്ങളൊക്കെ ദാവീദ് എഴുതിയിട്ടുണ്ടല്ലോ. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ നോക്കിയാലും എല്ലാത്തിനകത്തും ദൈവമായിട്ടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ ദൈവത്തെ ഇനിയും എനിക്ക് അറിയണമെന്നുള്ളൊരു ദാഹവും ഒത്തിരി അങ്ങ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ദാവീദ് പറയുന്ന ഒരു വാക്കാണ് 18-ാമത്തെ സങ്കീർത്തനത്തിൽ, എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ. അവിടെ ഒക്കെ ദാവീദ് അങ്ങ് പറയുക, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം ദാവീദ് കാണിച്ചു തുടങ്ങിയത് കൊട്ടാരത്തിൽ രാജാവായിട്ട് വാഴാൻ തുടങ്ങിയപ്പോഴല്ല. മനസ്സിലായോ? ദാവീദ് ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങിയത് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കാട്ടിൽ കിടന്നപ്പോഴും അവിടുത്തെ ആ മൃഗങ്ങളുമായിട്ടൊക്കെയുള്ള ലൈഫിന് ഇടയിലാണ് ദാവീദ് ദൈവത്തെ അറിഞ്ഞു തുടങ്ങിയതും ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങിയതും. അല്ലയോ? അപ്പം നന്മ കിട്ടിയതും കൊണ്ടല്ല ദാവീദ് ദൈവത്തെ സ്നേഹിച്ചത്. നന്മ കിട്ടുന്നതിന് മുൻപ്, അല്ലയോ മാന്യതകൾ വരുന്നതിന് മുൻപ്, കാട്ടിനകത്തായിരുന്നപ്പോൾ, ഒറ്റയ്ക്കായിരുന്നപ്പം, കൂട്ടിന് പറയാൻ ആരും ഇല്ലാഞ്ഞപ്പം, വീട്ടുകാർ പോലും ഇല്ലാത്ത ഇടത്ത് ദാവീദ് ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങി. അങ്ങനെയുള്ള ദാവീദാ പറയുന്ന, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുമെങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും. അല്ലയോ? ദാവീദ് ഭയങ്കര ധൈര്യമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം കാട്ടിൽ കിടന്നപ്പോഴും ഈ സ്നേഹം താൻ അനുഭവിച്ചതാ, കാട്ടിൽ കിടന്നപ്പോഴും ദൈവത്തെ അന്വേഷിച്ചതാ. ദാവീദിനറിയാം, ഞാൻ കാട്ടിൽ കിടന്നാലും ഗോലിയാത്തിന്റെ മുൻപിൽ നിന്നാലും, കൊട്ടാരത്തിനകത്താണെങ്കിലും, അല്ലയോ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകേണ്ട സാഹചര്യം വന്നാലും, എൻ്റെ ലൈഫിൽ ഏത് സാഹചര്യം വന്നാലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നതൊന്നേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ദാവീദ് പലപ്പോഴും തൻ്റെ സങ്കീർത്തനങ്ങളിൽ ദൈവത്തോടുള്ളൊരു സ്നേഹത്തെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പിന്നെയും ദാവീദ് പറയുന്നത് ദൈവത്തെ സ്നേഹിച്ചതും കൊണ്ട് മാത്രമല്ല, ഇങ്ങോട്ടും ആ സ്നേഹം ദാവീദ് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട്. എന്നാൽ ദാവീദിൻ്റെ ലൈഫിൽ ഒരു പാപം വന്നത് നമുക്കൊക്കെ അറിയാം, അല്ലയോ? പലപ്പോഴും പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ദാവീദിൻ്റെ ലൈഫ് മുഴുവനും താൻ ദൈവത്തിന് വേണ്ടി നിന്നൊരു വ്യക്തിയാണെങ്കിലും ആ ഒറ്റ ഒരു പാപം നിമിത്തം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ദാവീദിൻ്റെ ആ ഒരു പാപം ഹൈലൈറ്റ് ചെയ്ത് പലരും പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെ, നമ്മൾ വിശ്വാസത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നാലും എവിടെയെങ്കിലും ഒരു ഇടർച്ച വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഒത്തിരി ആൾക്കാർ കാണും. എന്നാൽ ഇന്ന് വൈകിട്ട് ഈ സന്ധ്യാസമയം എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമായിരുന്നു, ദാവീദ് ദൈവത്തെ ഇത്രയും അധികം സ്നേഹിച്ചു, എന്നാൽ താൻ പാപം ചെയ്തു. ആ പാപം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമോ? അല്ലെങ്കിൽ ദാവീദ് ദൈവത്തെ സ്നേഹിച്ചത്, വാക്യം പറയുന്നു ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലതും, അല്ലയോ? ഒരു കണ്ടീഷൻ ഇല്ലാതെ സകലതും നന്മയ്ക്കായി ദൈവം മാറ്റും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു വ്യക്തി ദാവീദ് ദൈവത്തെ സ്നേഹിച്ചു, എന്നാൽ താൻ പാപവും ചെയ്തു. ആ പാപത്തിനകത്ത് ദൈവം അതിനെ നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപിൽ വെക്ക. ഒരു വാക്യം സിസ്റ്റർ വായിച്ച് സഹായിക്കണേ. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 3. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി, തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി, തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. മതി. അവിടെ ഒരു മറിയെ നമുക്ക് കാണാം. ആ മറിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പെർഫ്യൂം, അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി. അവിടെ ലൈഫിൻ്റെ മുഴുവൻ സേവിങ് ആയിരിക്കാം, ചിലപ്പോൾ സേവ് ചെയ്ത് മുഴുവൻ എമൗണ്ട് യൂസ് ചെയ്ത് ആ ഒരു പെർഫ്യൂം വാങ്ങിച്ച് അത് ക്രിസ്തുവിൻ്റെ കാലയിലോട്ട് വന്നിട്ട്
ആ കാലയിലോട്ട് ഇട്ടിട്ടങ്ങ് പോയി എന്നല്ല, അവിടെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഭയങ്കര സ്നേഹത്തോടെ കാലൊക്കെ തുടച്ച് കണ്ണീന്നൊക്കെ കണ്ണുനീരൊക്കെ വരുന്നുണ്ടായിരിക്കും. ആ സ്നേഹത്തിലാണ് വന്ന് ക്രിസ്തുവിൻ്റെ കാലൊക്കെ തുടയ്ക്കുക. അത് കാണിക്കുന്ന മറിയയുടെ സ്നേഹം ഒത്തിരി ആഴമേറിയ ഒരു സ്നേഹം അല്ലേ. വേറെ ആർക്കും ആ സ്നേഹം മനസ്സിലാകത്തില്ല, ചുറ്റും നിൽക്കുന്ന ആർക്കും ആ സ്നേഹം മനസ്സിലായില്ല. അതുകൊണ്ട് പലരും ചോദ്യം ചോദിച്ചത്. എന്നാൽ മറിയ ഉള്ളിലുള്ള ആ സ്നേഹം അതങ്ങ് കാണിക്കുമായിരുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹം അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങ് കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ വിലയേറിയ ആ തൈലം ക്രിസ്തുവിൻ്റെ കാലിലോട്ടൊക്കെ ഒന്ന് തേച്ചത് അല്ലയോ. ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല, മറിയയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഓരോ പോർഷനിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള ക്രിസ്തു വരുമ്പോൾ എപ്പോഴും ക്രിസ്തുവിൻ്റെ കാൽ ചുവട്ടിൽ പോയി ഇരിക്കുവാൻ മറിയയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് അല്ലയോ. യേശു പറയുന്ന ഓരോ വാക്കുകളും കേൾക്കാൻ മറിയയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതൊക്കെ കാണിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിലും ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തിലും ഇതൊക്കെ ചെയ്യുന്നത് അല്ലയോ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി നമ്മൾ അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളപ്പം ഒത്തിരി സ്നേഹമുള്ളപ്പോൾ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത്. മറിയ അതാ ചെയ്തത്. തൻ്റെ എല്ലാ കാര്യങ്ങളും സൈഡിൽ വെച്ചിട്ട് ക്രിസ്തു വരുമ്പോൾ ഓടിപ്പോയിരിക്കുമായിരുന്നു അല്ലേ. എല്ലാം കേൾക്കാൻ, എത്ര എനിക്ക് ആക്സെപ്റ്റ് ചെയ്യുക, എത്ര എനിക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ ഒക്കുമോ അതെല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അടുത്ത് പോയിരുന്നത്. എന്നാൽ ആ മറിയയുടെ ലൈഫിൽ നമ്മൾ കാണുന്നു ആ കുടുംബത്തിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത് അവരുടെ ബ്രദറാണ് അല്ലെ. ലാസർ ആ കുടുംബത്തിൻ്റെ ഒരു ബലം. രണ്ട് സഹോദരിമാർക്ക് ഒറ്റ ഒരു സോഴ്സേ ഉള്ളൂ. അവരുടെ നന്മയുടെ ഒരു സോഴ്സും അവരുടെ ബലവും അവരുടെ ധൈര്യമൊക്കെ അവരുടെ ബ്രദറാണ്. എന്നാൽ നമ്മളിങ്ങനെ കാണുന്നു ആ മറിയയുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അവർക്ക് ആകെയുള്ള ഒരു ബ്രദർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 3 ദിവസം ആ മറിയയും വാർത്തയും സഹിച്ച വേദന ഒന്ന് ഓർത്ത് നോക്കിക്കേ. എത്രയധികം പെയിൻ അല്ലെങ്കിൽ എത്രയധികം വേദന, എത്രയധികം കരച്ചിൽ. മറിയ ഇങ്ങനെ ഓർത്ത് കാണും, ക്രിസ്തു വരുമ്പം ഓരോ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം ക്രിസ്തു ഒറ്റയ്ക്കല്ല വരുന്നത്. യേശു പോകുന്ന ഇടങ്ങളിലൊക്കെ വലിയൊരു കൂട്ടമുണ്ട്. പോകുന്ന ഇടത്തൊക്കെ ഒരു കൂട്ടത്തെ കൊണ്ടാണ് പോകുന്നത്. ഈ കൂട്ടമൊക്കെ വരുമ്പോൾ എനിക്കുള്ള ബലത്തിലും അല്ലെ ആ കുടുംബത്തിന് പറയാനുള്ള സാക്ഷ്യമാണ്. ഞങ്ങൾക്കുള്ള ബലത്തിലും ഞങ്ങൾക്കുള്ള നന്മയിലും ഞങ്ങൾ എത്രയോ അധികം ആൾക്കാരെ ശുശ്രൂഷിച്ചു, ഞങ്ങൾ എത്രയധികം കാര്യങ്ങൾ ചെയ്തു, ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ എത്രയധികം വെയിറ്റ് ചെയ്തു. എന്നിട്ടും ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു മരണം, ഈ ഒരു ദുഃഖം, ഈ ഒരു വേദന എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം മറിയയുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാകും. ആ 3 ദിവസം ലൈഫ് ലോങ് അനുഭവിക്കേണ്ട ഒരു പെയിൻ 3 ദിവസം മറിയ അനുഭവിച്ചു. അത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചോ. എനിക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്. ഒരു ദാവീദ്, താൻ ദൈവത്തെ ഒത്തിരി സ്നേഹിച്ച ദാവീദ്, എന്നാൽ താൻ പാപം ചെയ്തു. അത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചോ ഇല്ലയോ. രണ്ടാമത് നമ്മളെ കണ്ട ഒരു മറിയ ക്രിസ്തുവിനെ ഒത്തിരി അധികം സ്നേഹിച്ചു. എന്നാൽ വന്ന വേദന ഇല്ലയോ, അവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദന, ആ വേദന നന്മയ്ക്കായി കൂടി വ്യാപരിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഇനി 3-ാമത്തെ ഒരു വ്യക്തിയെ കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 21-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 3. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അതെ, നോക്കി അവിടെ 3-ാമത്തെ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. ഒരു പത്രോസിനെ നമുക്ക് കാണാം. പത്രോസിന്റെ പ്രത്യേകത, താൻ ക്രിസ്തുവിനെ അറിഞ്ഞ ആ സെക്കൻഡ് മുതൽ ക്രിസ്തുവിനെ വിട്ടുപിരിയാതെ കൂടെ നടന്നൊരു വ്യക്തിയാണ് അല്ലയോ. എന്തും സഹിക്കാൻ റെഡിയായിട്ട് ഭയങ്കര ധൈര്യത്തിൽ നിന്നൊരു വ്യക്തിയാണ് പത്രോസ്. താൻ അന്ന് വിട്ടിട്ടിറങ്ങിയ ഒരു പടകുണ്ടായിരുന്നു, വിട്ടിട്ടിറങ്ങിയ ഒരു വല ഉണ്ടായിരുന്നു. സകലതും ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയ ഒരു പത്രോസ്. ആ പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ആ ക്രൂശിലെ മരണത്തിന് ശേഷം ഇവരങ്ങ് ഒറ്റപ്പെട്ടു പോയപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന സ്നേഹവും അന്ന് വരെ ഉണ്ടായിരുന്ന ധൈര്യവും അന്ന് വരെ ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള ആ ഒരു തീഷ്ണത, ആ ഒരു ആഗ്രഹമൊക്കെ സഡൻലി എവിടോ അങ്ങ് ഡിസപ്പിയർ ആയിപ്പോയി, എവിടോ അങ്ങ് മറഞ്ഞു പോയി അല്ലെ. അന്നേരം പത്രോസ് ആ ഒറ്റ സ്പോട്ടിൽ എടുത്തൊരു ഡിസിഷനാ, ഞാൻ തിരിച്ചു പോകുക, ഞാൻ മീൻ പിടിക്കാൻ പിന്നെയും പോകുക. ആ ഒറ്റൊരു വാക്കിൻ്റെ മുൻപിൽ പത്രോസിൻ്റെ ക്യാരക്ടർ കണ്ടോ. പത്രോസിൻ്റെ ക്യാരക്ടർ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബാക്കി എല്ലാവരും പലതും പറഞ്ഞപ്പം, ദൈവമേ നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാ എന്ന് പറഞ്ഞ പത്രോസിന് അറിയാം ഇതാ നമ്മുടെ ഉറവിടം, ഇവിടെ നമ്മുടെ നന്മ എന്ന് അറിയാവുന്ന പത്രോസ പറയുന്നത്, ഇത് വിട്ടിട്ട് ഞാൻ പിന്നെയും മീൻ പിടിക്കാൻ പോവുക. എന്നാൽ പത്രോസിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉള്ള ആ ഒരു വ്യക്തി താൻ പോകുമ്പം അനേകൊരു കൂട്ടത്തിൽ മടങ്ങിപ്പോകുക. നോക്കിയാൽ ശുശ്രൂഷയിൽ നിൽക്കേണ്ടുന്ന വ്യക്തിയാണ്. വിളി
ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം എന്നുള്ളൊരു വിളി അവൻ്റെ മേളിലുണ്ട്. എന്നാൽ ആ വിളിയെ വിട്ടിട്ട് താൻ വന്ന ആ ഒരു ബുദ്ധിമുട്ടിനകത്ത് ഒറ്റപ്പെട്ടു പോയപ്പം, അതുവരെ കൂടെ നടന്ന ക്രിസ്തു ഇല്ലാതായപ്പം ഒറ്റയടിക്ക് താൻ ഒറ്റപ്പെട്ടെന്ന് തോന്നിയപ്പം താൻ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പിന്നെയും മീൻ പിടിക്കാൻ പോകാം, ഞാൻ പടകിലോട്ട് മടങ്ങുക. താൻ മടങ്ങിയത് ഒറ്റയ്ക്കല്ല. ഞാൻ ഇങ്ങനെ പറയുന്നത്, താൻ പിന്മാറിപ്പോകുമായിരുന്നു. എന്നാൽ താൻ പിന്മാറിപ്പോയത് ഒറ്റയ്ക്കല്ല. താൻ പിന്മാറിയപ്പം കൂട്ടത്തിൽ കുറേ പേര് പോകാനുണ്ടായിരുന്നു. നോക്കിയേ, വിളിയുള്ള വ്യക്തിയാണ് പോയത് ഒറ്റയ്ക്കല്ല, കുറേ ആൾക്കാരെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടാണ് പോയത്. ഇന്ന് നമ്മളൊക്കെ കാണുന്ന ഒരു കാര്യമാകട്ടെ, നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുന്ന കാര്യമാണ്, വിളി ഉള്ള ഒത്തിരി ആൾക്കാർ ഇങ്ങനെയൊക്കെ മടങ്ങിപ്പോകുന്നുണ്ട്. വിട്ടിട്ട് വന്നതിലേക്കൊക്കെ മടങ്ങിപ്പോകുന്നു. അവർ പോകുന്ന ഒറ്റയ്ക്കല്ല, ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ആഴമേറിയ ദൈവത്തിലുള്ള സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ പോകാനൊക്കത്തില്ല. എനിവേസ്, ആ പത്രോസിനെ കുറിച്ച് എങ്ങനെ കാണുന്നു? താൻ ക്രിസ്തുവിനെ വിട്ട് വന്നതിലേക്ക്, പഴയതിലേക്ക് മടങ്ങിപ്പോകുന്നു. ആ മടങ്ങിപ്പോയത് അത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചോ? എന്നൊക്കെ ഇവരൊക്കെ ദൈവത്തെ സ്നേഹിച്ചവർ. 3 പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഒരു ദാവീദ് തൻ്റെ പാപത്തിൽ വീണു, ഒരു മറിയ തൻ്റെ ലൈഫിൽ വന്ന ഒരു ദുഃഖം, ഒരു പത്രോസ് തൻ്റെ വിളിയിൽ നിന്ന് പിന്മാറിപ്പോയി. ഈ 3 പേരുടെ സാഹചര്യം വേറേതാ, അല്ലയോ? ഡിഫറെൻറ്റ് സാഹചര്യങ്ങളാണ്. ഇത് 3ഉം നന്മയ്ക്കായി കൂടി വ്യാപരിച്ചോ? നമുക്കൊന്ന് നോക്കാം. ദാവീദിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിച്ചു, താൻ പാപത്തിൽ വീണു. എന്നാൽ അതുവരെയുള്ള ലൈഫിൽ മുഴുവനും താൻ ചെയ്തൊരു കാര്യമുണ്ട്, താൻ ദൈവത്തെ ഒത്തിരി അധികം സ്നേഹിച്ചു. തൻ്റെ പദവികളൊക്കെ മറന്ന് ദൈവത്തിന് വേണ്ടി ആരാധന കഴിക്കുക മുന്നേ നിന്ന വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വ്യക്തിയായിരുന്നു ദാവീദ്. എന്നാൽ ഒരു പാപം വന്നപ്പം ആ പാപത്തെ ദൈവത്തിൻ്റെ ആത്മാവ് അത് ചൂണ്ടിക്കാണിച്ചപ്പം ആ പാപത്തെ അക്സെപ്റ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ ദാവീദ് റെഡിയായിരുന്നു. താൻ ചെയ്ത പാപത്തെ ഏറ്റു പറയുവാൻ താൻ റെഡിയായിരുന്നു. ദൈവസന്നിധിയിൽ അവിടെ വീണ് കിടക്കുവാൻ ദാവീദ് റെഡിയായിരുന്നു. എന്നാലും ആ പാപത്തിൻ്റെ ഒരു റിസൾട്ട്, ആ ഒരു കോൺസിക്വൻസസ്, അതിൻ്റെ ഒരു ഫലം ഒക്കെ ദാവീദ് അനുഭവിച്ചു. അതിൻ്റെ ആ കോൺസിക്വൻസസ് ഈ ലോകത്തിൽ തന്നെ താൻ അനുഭവിച്ചു. താൻ ചെയ്തതിൻ്റെ താൻ അനുഭവിച്ചു, ശരിയാ. എന്നാൽ ഞാൻ പറയട്ടെ, ആ ഒരു പാപത്തിൻ്റെ ലൈനിനകത്താ ലോകത്തിനുള്ള രക്ഷയെ ദൈവം വിളിച്ചു വരുത്തിയത്, ഇല്ലയോ? യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ജീനിയോളജി നമ്മൾ നോക്കുമ്പം ആ ഒരു പാപത്തിനകത്തുനിന്നാണ് ക്രിസ്തുവിൻ്റെ ഒരു ജനനം ഉണ്ടായത്. നോക്കിയേ, ദാവീദ് പാപം ചെയ്തെങ്കിലും തൻ്റെ പാപത്തെ താൻ ഏറ്റു പറഞ്ഞപ്പം, ദൈവത്തെ സന്നിധിയിലോട്ടൊന്ന് അടുത്തു വന്നപ്പം ആ പാപത്തിൻ്റെ ഫലമൊക്കെ താൻ അനുഭവിച്ചു. ആ ചെയ്ത തെറ്റിൻ്റെ ഒക്കെ കോൺസിക്വൻസസ് താൻ അനുഭവിച്ചില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അതെല്ലാം ഈ ലോകത്തിൽ തന്നെ താൻ അനുഭവിച്ചു. തൻ്റെ മകൻ പോലും തനിക്കെതിരാകുന്ന ഒക്കെ ദാവീദ് കണ്ടു, വേദനയൊക്കെ അനുഭവിച്ചു, ശരിയാ. എന്നാൽ ആ പാപത്തെ പോലും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. എന്താണെന്നറിയാമോ? ദാവീദ് ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടാണ്. നാം ദൈവസ്നേഹത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു വീഴ്ച വന്നാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം, ആ തെറ്റ് ചെയ്തേണ്ട റിസൾട്ട് നമ്മൾ അനുഭവിക്കണം, ശരിയാ. എന്നാൽ അതുപോലും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. എന്തോ നന്മയെന്നറിയാമോ? ആ ലീനേജിനകത്തുനിന്നാണ് ലോകത്തിൻ്റെ രക്ഷ വെളിപ്പെട്ടു വന്നത്. നോക്കിയേ, ദാവീദിന് വലിയ നന്മകൾ കിട്ടിയെന്നല്ല, ഭയങ്കര ഈ ലോകത്തിൽ അങ്ങ് ദൈവം ഒത്തിരി ഉയർത്തി അതൊന്നും അല്ല. എന്നാൽ ആ പാപത്തിനകത്ത് പോലും ലോകത്തിനുള്ള രക്ഷയുടെ ഒരു സോഴ്സ്, ലോകത്തിൻ്റെ രക്ഷയുടെ ഒരു റൂട്ട് വന്നത് ആ പാപത്തിനകത്ത്. അപ്പോൾ പാപത്തെ പോലും ദൈവം നന്മയ്ക്കായി ദാവീദിന് വേണ്ടി മാത്രം ദൈവം കൂടി വ്യാപരിപ്പിച്ചു. മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്നത്? പാപം നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ പാപത്തിൻ്റെ ശിക്ഷയൊക്കെ, അതിൻ്റെ പണിഷ്മെൻ്റ് ഒക്കെ ദാവീദ് അനുഭവിച്ചു. എന്നാൽ ആ സിറ്റുവേഷനെ പോലും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. രണ്ടാമതൊരു മറിയ നമ്മൾ കണ്ടു, താൻ ദൈവത്തെ ക്രിസ്തുവിനെ ഒത്തിരി സ്നേഹിച്ചു. എന്നാൽ അവരുടെ ലൈഫിൽ വന്ന ആ ഒരു വേദന, 3 ദിവസം അവരനുഭവിച്ച പെയിൻ, ആ പെയിനിനകത്ത് ദൈവം ചെയ്തൊരു കാര്യമുണ്ട്. മറിയോട് ഇന്ന് നമ്മൾ ചോദിച്ചാൽ മറിയ സാക്ഷ്യം പറയും, ഏറ്റവും ആദ്യം പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം കാണിച്ചു തന്നത് എൻ്റെ കുടുംബത്തിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിയും, ദൈവത്തിന് അതിനുള്ള ശക്തി ഉണ്ടെന്ന് ആദ്യം ദൈവം കാണിച്ചു തന്നത് എൻ്റെ കുടുംബത്തിലാണെന്ന് വേണേൽ മറിയയ്ക്ക് സാക്ഷ്യം പറയാം. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അവരുടെ വീടിനകത്ത് ദൈവം കാണിച്ചു, അവരുടെ കുടുംബത്തിനകത്ത് ദൈവം കാണിച്ചു. ഇന്നും അവരോട് ചോദിച്ചാൽ അവർ സാക്ഷി പറയും, പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്തുവാന്ന് ഞങ്ങൾ ഓൾറെഡി കണ്ടു, ഞങ്ങൾ ഓൾറെഡി അനുഭവിച്ചു. നോക്കിയേ, അപ്പം അവരുടെ ജീവിതത്തിൽ വന്ന വേദന, അവരുടെ ജീവിതത്തിൽ വന്ന ഒരു മരണത്തെ പോലും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. എങ്ങനെയാ നന്മയായത്? ലോകത്തിന് മുൻപിൽ അവരുടെ പേരുയർന്നെന്നാണോ? അല്ല.
അല്ല, എന്ന ദൈവനാമ മഹത്വത്തിനായിട്ട് അത്യുന്നതനായ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ ഒരു എക്സാമ്പിൾ അവരുടെ വീടിനകത്ത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എങ്ങനെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് ഞാൻ പറയുമ്പോൾ, ഇതിനു മുൻപ് മരിച്ചവരൊക്കെ ദൈവം ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാലും 3 ദിവസം കഴിഞ്ഞ് ഉയർപ്പിക്കുന്നത് ലാസറിന്റെ ലൈഫിൽ അല്ലയോ, അത്രയൊരു ഗ്യാപ്പിന് ശേഷവും ദൈവത്തിന് ഉയർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ലാസറും ആ കുടുംബവും. അവർക്ക് എന്നും ധൈര്യമായിട്ട് പറയാം പുനരുത്ഥാനത്തിൻ്റെ ശക്തി. അത് പറയുന്നതിൽ മാത്രമല്ല, അത് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. അവരുടെ ലൈഫിൽ വന്ന ഒരു കണ്ണുനീരിനെ ദൈവം അവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് നമ്മൾ കണ്ടതൊരു പത്രോസിനെയാണ്. പത്രോസിനെ കുറിച്ച് നമ്മളിങ്ങനെ കണ്ടു, താൻ സകലതും വിട്ട് പിന്നെയും ആ പടകിലോട്ട് ആ വലയൊക്കെ എടുത്ത് മടങ്ങിപ്പോകുക അല്ലയോ. മടങ്ങിപ്പോയി ഒന്നും കിട്ടിയില്ല. തിരിച്ചു വരുമ്പം ആ കടലിൻ്റെ അരികത്തൊക്കെ ക്രിസ്തു അവിടെ ഉണ്ടല്ലയോ. ദൈവം അവിടെ പത്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പത്രോസെ, നീ ഇവരെക്കാട്ടിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ഒരു ചോദ്യത്തിന് മുൻപിൽ പത്രോസ് ഒന്ന് മുട്ടുമടക്കിയപ്പോഴാണ് ദൈവം പറയുന്ന അടുത്ത വാക്ക്, ദൈവം പറയുന്നത് ഇങ്ങനെ, എൻ്റെ ആടുകളെ മേയ്ക്കുക. നോക്കിയേ, അവിടെ പത്രോസിന്റെ ശുശ്രൂഷ തുടങ്ങിയത്, മിനിസ്ട്രി തുടങ്ങിയത്. ഒരു പിന്മാറ്റം വന്നു, ശരിയാ, പിന്മാറിപ്പോയെങ്കിലും മടങ്ങി വന്ന് ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനുള്ള ധൈര്യം കാണിച്ച പത്രോസിനെ നോക്കിയ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക, എൻ്റെ ആടുകളെ നീ പാലിക്കുക എന്നൊക്കെ ക്രിസ്തു നോക്കി പറഞ്ഞത് ഈ ഒരു മൊമെന്റിന് ശേഷമാണ്. ഇതിന് ശേഷം കാണുന്ന പത്രോസ് തികച്ചും വേറെ വ്യത്യസ്തമായൊരു വ്യക്തി അല്ലയോ. അതുവരെ എന്തിനും ഓടി ധൈര്യമായിട്ട് മുന്നേ നിന്ന് വഴക്കിടാനാണെങ്കിൽ അതിനും മുന്നേ നിന്ന് പത്രോസിൽ വന്നൊരു മാറ്റം, ഭയങ്കരമായൊരു മാറ്റമാണ്. താൻ ധൈര്യമായിട്ട്, താൻ ഒന്ന് മീൻ പിടിക്കാൻ പോയപ്പോൾ കൂട്ടത്തിൽ ഒത്തിരി പേരെ ഇൻഫ്ലുവൻസ് ചെയ്തു പോയി. എന്നാൽ മടങ്ങി വന്നപ്പം ചിതറിപ്പോകുന്ന എല്ലാവരെയും കൊണ്ടുവരുവാനുള്ളൊരു കൃപ ദൈവം അവന് കൊടുത്തു. താൻ ഒറ്റ പ്രസംഗത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ ദൈവത്തെ അറിയുന്ന പോലെ ദൈവം തന്നെ മാനിച്ചു. തൻ്റെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ചു. അപ്പൊ പിന്മാറിപ്പോയതും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. എങ്ങനെയാണെന്ന് അറിയാമോ? പിന്മാറിപ്പോയതല്ല, ആ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാൻ റെഡിയായ പത്രോസിനോട് ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തിൽ മടങ്ങി വരാൻ റെഡിയായ പത്രോസിന് വേണ്ടി ചിലതൊക്കെ ദൈവം ഒന്നുകൂടെ അലൈൻ ചെയ്തു, റിയലൈൻ ചെയ്തു. എങ്ങനെ റിയലൈൻ ചെയ്ത്? താൻ എണീറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ക്രിസ്തുവിനെ അറിയുവാൻ തുടങ്ങി, ദൈവത്തിൻ്റെ ശക്തിയെ അറിയുവാൻ തുടങ്ങി. താൻ ഒറ്റ വ്യക്തി പോയപ്പോൾ കുറേ പേരെയും കൊണ്ടാണ് പോയെങ്കിൽ ഇന്ന് താൻ മടങ്ങി വരുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലോട്ട്, സ്നേഹത്തിലോട്ട് അവരൊക്കെ ഒന്ന് വെൽക്കം ചെയ്യുവാൻ, അവരൊക്കെ ഒന്ന് അട്രാക്ട് ചെയ്യുവാനുള്ള ഒരു ക്വാളിറ്റിയുമായിട്ടാണ് താൻ മടങ്ങി വന്നത്. അപ്പം ആ ഒരു പിന്മാറ്റവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. അങ്ങനെ ആണെങ്കിൽ നോക്കി, ഈ 3 പേരുടെ ലൈഫിലും അവരുടെ പാപമാണെങ്കിലും അവരുടെ വേദനയാണെങ്കിലും അവരുടെ പിന്മാറ്റമാണെങ്കിലും സകലതും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർ ദൈവത്തെ സ്നേഹിച്ചതും കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം എവിടെ വീണു പോയാലും, എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്, നമ്മൾ എവിടെ വീണു പോയാലും നമ്മളൊന്ന് എഴുന്നേറ്റ് അപ്പ എന്നെ ഒന്നുകൂടെ ഒന്ന് സ്നേഹിക്കുക, എനിക്ക് അങ്ങേ സ്നേഹിക്കാൻ ഒന്നുകൂടെ ഒന്ന് പഠിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെ തേടി വരുന്നൊരു സ്നേഹം ഇന്നുമുണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന ചിലരെ നോക്കി ഞാൻ പറയുക, നമ്മളൊക്കെ വിശ്വാസത്തിൽ വർഷങ്ങളായി. എന്നോ ഏതോ കാലത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടോണ്ടാണ് നമ്മളൊക്കെ വിശ്വാസത്തിൽ വന്നത്. ആ ഒരു ശബ്ദത്തിൻ്റെ പുറത്ത് ഇത്രയും വർഷം നമ്മൾ നിന്നു. ശരിയാ, ഏലിയാവിന് അപ്പം ചുട്ടുകൊടുത്തു, ഏലിയാവ് അപ്പത്തിൻ്റെ ബലത്തിൽ നടന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഏതോ വർഷം കേട്ട ആ ഒരു സൗണ്ടിൻ്റെ ബലത്തിൽ ഇന്നും നിൽക്കുന്നത്. അത് പോരാ കേട്ടോ. ഇന്നും ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. ദാവീദ് തൻ്റെ ലൈഫിൻ്റെ എൻഡായപ്പം തൻ്റെ മകനോട്, ശലോമോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വാക്യം വായിക്കാം. 1 Chronicles 1 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 1 Chronicles chapter 28 verse 9. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. അവിടെ ഇങ്ങനെ പറയുന്നു, നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, നമ്മളൊക്കെ
പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പലരും ഇന്ന് വിശ്വാസികൾ എന്നുള്ളൊരു പേരേ ഉള്ളൂ. നമ്മളൊക്കെ വിശ്വാസത്തിൽ പലരുടെയും കാര്യം, എല്ലാവരുടെയും അല്ല, എന്നാൽ മെജോറിറ്റി ഇന്നത്തെ വിശ്വാസ സമൂഹത്തിനകത്ത് നിൽക്കുന്ന പലരും നമ്മുടെ പാരൻസും നമ്മുടെ ഗ്രാൻഡ് പാരൻസും ഒക്കെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും ചർച്ചിനകത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ പലരുടെയും കാര്യം, എല്ലാവരുടെയും അല്ല, പലരും നമ്മുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചിനകത്ത് നിൽക്കുന്നത്. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് അതല്ല. എൻ്റെ അപ്പൻ അറിഞ്ഞ വിശ്വാസം, എൻ്റെ ഗ്രാൻഡ് പാരൻസ് അറിഞ്ഞ വിശ്വാസം, അത് പിടിച്ച് മാത്രം എനിക്ക് നിൽക്കാൻ ഒക്കത്തില്ല. എനിക്ക് ഇന്ന് നിൽക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ ഒന്ന് സ്നേഹിക്കണം, ഞാൻ ദൈവത്തെ ഒന്ന് അറിയണം. അല്ലെങ്കിൽ ദാവീദ് തൻ്റെ ലൈഫിൻ്റെ എൻഡ് വന്നപ്പം, ഒരു വ്യക്തി തൻ്റെ ലൈഫിൻ്റെ എൻഡിൽ എപ്പോഴും സംസാരിക്കുന്നത് തൻ ലൈഫ് ലോങ് എക്സ്പീരിയൻസ് ചെയ്ത എക്സ്പീരിയൻസിനൊക്കെ സമ്മറൈസ് ചെയ്താണ് പറയുന്നത്. അപ്പം ദാവീദ് ശലോമോന് അടുത്ത ജനറേഷന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ശലോമോൻ ഒത്തിരി പ്രായമില്ല, താൻ അടുത്ത ജനറേഷനിൽ രാജാവായിട്ട് വാഴാൻ പോകുക. അങ്ങനെ തന്നെ ദാവീദ് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ, നീ എങ്ങനെ രാജ്യം ഭരിക്കണം, അല്ലെ എങ്ങനെ നയിക്കണം, ഈ ജനത്തെ എങ്ങനെ, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നാൽ ദാവീദ് ശലോമോന് പറഞ്ഞു കൊടുക്കുന്നത് എന്തുവാന്ന് കണ്ടോ, നീ ദൈവത്തെ അന്വേഷിച്ചോണം. ഞാൻ അറിഞ്ഞ ദൈവം നിന്റെ കൂടെ ഉണ്ട്, ശരിയാ, എന്നാൽ നീ അന്വേഷിക്കണം. നോക്കിയേ, നിന്റെ പിതാവ് അറിഞ്ഞത് കൊണ്ട് മാത്രം ഒക്കത്തില്ല, നീ ഒന്ന് അന്വേഷിക്കണം. ദാവീദ് ഏറ്റവും ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രക്സ് ആയിട്ടുള്ള കാര്യം ശലോമോന് പറഞ്ഞു കൊടുക്കുക, നീ അന്വേഷിച്ചോണം. നീ അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. പിന്നത്തേതിൽ ഒത്തിരി കാര്യങ്ങൾ ദാവീദ് തന്നെ ശലോമോനോട് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ദാവീദ് ഇങ്ങനെ പറയുന്ന സങ്കീർത്തനത്തിനകത്തുണ്ട്, 105-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലുണ്ട് എങ്ങനെ ദൈവത്തെ അന്വേഷിക്കേണ്ടിയേ എന്നവിടെ എഴുതിയിട്ടുണ്ട്. 105-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യം. യഹോവയെയും അവന്റെ ബലത്തെയും തിരവി അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പി. നോക്കി, അപ്പൊ ദാവീദ് പറയുക എങ്ങനെ അന്വേഷിക്കേണ്ടിയേ, ഇടപെടാതെ അവന്റെ മുഖത്തെ അന്വേഷിപ്പിക്കണം. അപ്പൊ ലൈഫിൽ ഒരു പ്രാവശ്യം അന്വേഷിച്ചു, ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞിരുന്ന ഒക്കുമോ? ഒക്കത്തില്ല. ദാവീദ് പറയും, ഞാൻ കാട്ടിലായിരുന്നപ്പോഴും ദൈവത്തെ അന്വേഷിച്ചു, ഗോലിയാത്തിന് മുന്നിൽ നിന്നപ്പോഴും ദൈവം കൂടെ ഉണ്ടായിരുന്നു, കൊട്ടാരത്തിനകത്തും കൊട്ടാരത്തിന് പുറത്ത് ഇപ്പോഴും എല്ലാ സമയത്തും കണ്ടിന്യൂസ്ലി ഞാൻ ദൈവത്തെ അന്വേഷിച്ചു, ഞാൻ ദൈവത്തെ കണ്ടെത്തി. ഞാൻ എപ്പോഴും എനിക്ക് വിഷമം വരുമ്പോൾ എന്നെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ദാവീദ് ഒരു യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വന്നപ്പോൾ താൻ കാണുന്ന ഒരു കാര്യം, തൻ്റെ ഫാമിലിയെയും തൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ശത്രു വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടു, സ്വയം ബലപ്പെട്ടു. അടുത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദ് ശത്രുവിനെ പിന്തുടരുന്നതിന് മുൻപ് ചെയ്തൊരു കാര്യം. ദാവീദ് ഇങ്ങനെ അവിടുത്തെ പുരോഹിതനോട് പറഞ്ഞു, ഏഫോദ് എടുത്തുകൊണ്ട് വാ, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ ദൈവത്തിൻ്റെ ഹിതം എന്തുവെന്ന്. എനിക്ക് ഏത് സിറ്റുവേഷനിലും, അത് സുഖത്തിൽ മാത്രമല്ല, ദുഃഖത്തിലും കഷ്ടത്തിലും ഏത് ബുദ്ധിമുട്ടിനകത്തും ദാവീദ് ചെയ്തൊരു കാര്യം മാത്രം, ദൈവത്തിന് മുഖത്തെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അതാ പറയുന്നത്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മ ഇല്ലയോ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവരെ കുറിച്ച് അതൊക്കെ എഴുതിയിട്ടുള്ളത്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ആരാ അന്വേഷിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവരാ ദൈവത്തെ അന്വേഷിക്കുന്നത്. അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഈ നമ്മൾ വിവാഹത്തിനൊക്കെ പെന്റിക്കോസ്റ്റൽസിൻ്റെ ഇടയ്ക്കുള്ള വിവാഹത്തിനകത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ബ്രൈഡും ഗ്രൂമും അവരുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കണ്ണുകളിൽ നോക്കി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തോ പ്രോമിസ് ചെയ്യുന്നത്? ഏതവസ്ഥയിലും, അല്ലെങ്കിൽ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ബലമില്ലാത്തപ്പോഴാണെങ്കിലും സമ്പത്തൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ കൂടെ ഇരിക്കുമെന്നാണ് പറയുന്നത്, അല്ല? അങ്ങനെ എന്നെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ മണവാട്ടിയാ സഭ എന്നാ പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ അതിനെ ജനറലൈസ് ചെയ്യും, സഭയാ മണവാട്ടി എന്ന് പറയും. അല്ല, സഭ മണവാട്ടിയാ, ശരിയാ. എന്നാൽ നാം പറയേണ്ടത് ഇങ്ങനെ, ക്രിസ്തുവിൻ്റെ മണവാട്ടി ഞാനാ ക്രിസ്തുവിൻ്റെ മണവാട്ടി. അങ്ങനെയാണെങ്കിൽ ഞാനും ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം എങ്ങനെയാണെന്ന് അറിയാമോ? എല്ലാ നന്മകളും കിട്ടുമ്പം ദൈവമേ ഐ ലവ് യു എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. നന്മ കിട്ടുമ്പോൾ മാത്രമല്ല, ഈ വിവാഹത്തിനകത്ത് നമ്മൾ കൊടുക്കുന്ന പ്രോമിസ് പോലെ നന്മ ഉള്ളപ്പോൾ മാത്രമല്ല, ദുഃഖത്തിലും കണ്ണുനീരിലും ബുദ്ധിമുട്ട് വരുമ്പോഴും ഒന്ന് വീണു പോകുമ്പോഴും ദൈവമേ ഐ സ്റ്റിൽ ലവ് യു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. എൻ്റെ ലൈഫിൽ
ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോഴാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ പെന്റിക്കോസ്റ്റൽ ഈ ഒരു വിശ്വാസത്തിനകത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ മമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് അവരെ എങ്ങനെയാണോ അപ്പച്ചൻ വളർത്തി അതേ രീതിയിലാണ് ഞങ്ങളെ മമ്മി വളർത്തിയത്. അതുകൊണ്ട് ഒരു മീറ്റിങ്ങും മുടക്കാൻ ഞങ്ങൾക്ക് ഫ്രീഡം ഇല്ലായിരുന്നു. എല്ലാ സൺഡേയിലും എല്ലാ വീക്ക്ലി മീറ്റിങ്സിലും ഞങ്ങൾക്ക് പോകാൻ ഒത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സൺഡേ മീറ്റിങ്സ് മുടക്കാതെ മമ്മി നിർബന്ധിച്ചു ഞങ്ങളെ കൊണ്ടുപോകും. അന്നൊന്നും എനിക്കിത് ഇഷ്ടമല്ല, കാരണം ചർച്ചിൽ നടക്കുന്ന കാര്യം എന്തെന്ന് അനലൈസ് ചെയ്യാനുള്ള ബുദ്ധി എനിക്കില്ല, കൊച്ചു കുഞ്ഞാ. എന്നാൽ അന്ന് വലിച്ചുകൊണ്ട് പോയതും അന്ന് കേട്ടതും ഒക്കെ അതൊക്കെ നമ്മുടെ ചെവിയിൽ, നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ അതെവിടെയൊക്കെയോ കിടക്കും. വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും അതൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്നത്. അങ്ങനെ വലിയ ദൈവമായിട്ടുള്ളൊരു ബന്ധമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഞാൻ ചർച്ചയിൽ ആക്റ്റീവാണ്, എല്ലാത്തിനും ഉണ്ടെങ്കിലും ദൈവമായിട്ടുള്ളൊരു ബന്ധമൊന്നും ഇല്ല. എൻ്റെ പാരൻസ് വിശ്വാസികളായതുകൊണ്ട് ഞാൻ ചർച്ചയിൽ പോകുന്നു, വരുന്നു, പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, വാക്യങ്ങളൊക്കെ എല്ലാം അറിയാം, ഒക്കെ ഉണ്ട്, ശരിയാണ്. ദൈവമായിട്ടുള്ളൊരു ബന്ധം ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരു 5 years ഞങ്ങൾ നാട്ടിൽ കേരളത്തിൽ ഞങ്ങൾ മടങ്ങിപ്പോയി. ഇപ്പം ആയിരിക്കുന്നത് ഞങ്ങൾ ഗുജറാത്തിൽ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ, എൻ്റെ റിലേറ്റീവ്സ് ഇവിടെ, എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇവിടെ, എന്നെ എല്ലാവർക്കും അറിയാവുന്നത് ഇവിടെ. നാട്ടിലോട്ട് പോയപ്പം എനിക്ക് മലയാളമൊക്കെ നല്ലതായിട്ട് അറിയാം. ഞങ്ങളുടെ വീട്ടിൽ മലയാളം സ്ട്രിക്റ്റ് ആയിരുന്നു, മലയാളത്തിൽ സംസാരിക്കണം എന്നുള്ളത്. എന്നാൽ നാട്ടിലോട്ട് പോയപ്പം ഞാൻ സഡൻലി അങ്ങ് ഒറ്റപ്പെട്ടു പോയി. സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ പറയുന്ന മലയാളം അവിടെ ആർക്കും അറിയത്തില്ല, അവർ പറയുന്ന മലയാളം എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം ലാംഗ്വേജിനകത്തൊക്കെ ഒരു ഗ്യാപ്പുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതിന് ഗ്രോയിങ് സ്റ്റേജ് ആയിരുന്നു. ഞാൻ ഒറ്റപ്പെട്ടു പോയി. മമ്മി മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടിന്. മമ്മിയോടെല്ലാം പറയുമെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, നമുക്കെല്ലാം ഒന്നും പറയാനൊക്കത്തില്ല. ആ ഒരു ഒറ്റപ്പെട്ട മൊമെൻറ്റിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു, എൻ്റെ ഒറ്റപ്പെടലൊക്കെ മാറ്റാൻ ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു. എന്നും രാത്രി കിടക്കുന്നതിന് മുൻപ് അന്ന് ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തോടങ്ങ് പറയും. എല്ലാം ഒരു ലെറ്റർ വിടാതെ ഞാൻ സകലതും ദൈവത്തോടങ്ങ് സംസാരിച്ചു തുടങ്ങി. എൻ്റെ വിചാരം എന്തുവാന്നേലും ദൈവം നമ്മളെ കേൾക്കുന്നുണ്ട്, ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങ് സംസാരിച്ചു തുടങ്ങി. ഒന്നും കേട്ടിട്ടല്ല, ഒരു മറുപടിയും കേട്ടിട്ടല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ ദൈവത്തോടങ്ങ് പറഞ്ഞു തുടങ്ങി. കുറച്ച് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി, ഞാൻ പറയുക മാത്രമല്ല ഇങ്ങോട്ടും എനിക്ക് ചിലതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. ദൈവം സംസാരിക്കുന്നത് നെക്സ്റ്റ് ഡേ എന്ത് നടക്കും, സ്കൂളിൽ എന്ത് നടക്കും എന്നുള്ളത് പോലും ദൈവം കാണിച്ചു തരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പിടികിട്ടി, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വല്ലതും മറച്ചു വെക്കും, അബ്രഹാമേ നീ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ എന്തെങ്കിലും നിന്നെ മറച്ച് ഞാൻ ചെയ്യുമോ എന്നൊക്കെ പറയുന്നത് സത്യമാണ്. ദൈവത്തെ നമ്മളൊന്ന് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും, നമ്മളോട് സംസാരിച്ചു തുടങ്ങും. അപ്പോൾ എനിക്ക് പിടികിട്ടി ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അന്ന് തൊട്ട് അതുവരെ ദൈവം എനിക്ക് വേണ്ടി സകലതും കരുതി തരുന്ന ഒരു പ്രൊവൈഡർ എന്നേ ഞാൻ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. എനിക്ക് വേണ്ടുന്നതൊക്കെയും ഞാൻ ഒന്ന് മനസ്സിലാഗ്രഹിച്ചാൽ മതി, ദൈവം എൻ്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് ലൈഫ് മുഴുവൻ ഞാൻ അങ്ങനെ, എൻ്റെ കുഞ്ഞിലത്തെ കാര്യമാണ് മുഴുവൻ ഞാൻ കണ്ടത് യഹോവ ഈരെ, കരുതുന്ന ദൈവം, പ്രൊവൈഡ് ചെയ്യുന്ന ദൈവം, അത്രേ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ എൻ്റെ ആ ഗ്രോയിങ് സ്റ്റേജിൽ എനിക്ക് പിടികിട്ടി ദൈവം കരുതുന്ന ദൈവം മാത്രമല്ല, എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. ഈ ദൈവം എൻ്റെ ഒരു ഫ്രണ്ടാണ്. പിന്നത്തെ ഇതിൽ സംസാരിക്കാൻ എനിക്ക് അങ്ങ് ഭയങ്കര ഉത്സാഹമാണ്. ഓരോ ദിവസവും ഞാൻ വെയിറ്റ് ചെയ്യും രാത്രി വന്ന് സംസാരിക്കാം. കാരണം നെക്സ്റ്റ് ഡേ നടക്കാൻ പോകുന്ന കാര്യമൊക്കെ നമുക്ക് പിടികിട്ടും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം എൻ്റെ ഫ്രണ്ടായിട്ട് മാറി. മനസ്സിലായി? ആ റിലേഷൻ മാറിയത് കണ്ടോ? ഇപ്പോൾ എനിക്ക് ദൈവം കരുതുന്ന ദൈവം മാത്രമല്ല, പ്രൊവൈഡ് ചെയ്യുന്ന ദൈവം മാത്രമല്ല, ദൈവം എനിക്കൊരു ഫ്രണ്ട് കൂടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി ഫ്രണ്ട് മാത്രമല്ല, എന്നെ ഗൈഡ് ചെയ്യുന്ന, ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം, എവിടെ അടുത്ത ചുവട് വെക്കണം എന്ന് പറഞ്ഞു തരുന്ന, എന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു നല്ലൊരു കൗൺസിലർ കൂടെ എൻ്റെ ദൈവം എന്ന് എനിക്ക് പിടികിട്ടി. ഇങ്ങനെ വളർന്നു വന്നു. അതെൻ്റെ സ്കൂൾ ടൈമാണ്. എൻ്റെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെയും ഗുജറാത്തിലോട്ട് മടങ്ങി വന്നു. എൻ്റെ കോളേജ് തുടങ്ങി. ഞാൻ പഠിത്തത്തിൽ ബിസിയായി, ഫ്രണ്ട്സൊക്കെ ആയി. പിന്നെയും മടങ്ങി വന്ന് എൻ്റെ റിലേറ്റീവ്സ്, കസിൻസ്, ഫ്രണ്ട്സ്, എന്നെ അറിയാവുന്ന ആൾക്കാരുടെ ഒക്കെ എല്ലാവരുടെ ഇടയ്ക്ക് ആയപ്പം എനിക്ക് ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടല്ല, എനിക്ക് എല്ലാവരും എൻ്റെ അടുത്തുണ്ട്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും ആ ദൈവവുമായിട്ടുള്ള ബന്ധം ഇവിടെ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ചർച്ചിൽ മുന്നിലാണ്, എല്ലാത്തിനും മുന്നിലാണ്. എന്നാൽ ദൈവവുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എവിടെ ഒന്ന് വീക്കായി. കാരണം എനിക്കിന്ന് ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, എൻ്റെ കസിൻസ് ഉണ്ട്, എൻ്റെ ആൾക്കാരൊക്കെ ചുറ്റിനും ഉണ്ട്. ഞാൻ ഒറ്റപ്പെട്ടല്ല. അപ്പം ആ ഒരു ഫ്രണ്ട്ലിനെസ്, ആ ഒരു ദൈവവുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എവിടെയൊക്കെയോ അങ്ങ് സ്ലോ ആയിപ്പോയി, അങ്ങ് വീക്കായി. പിന്നത്തേതിൽ ഞാൻ പോലും അറിഞ്ഞില്ല ദൈവം എന്നോട് സംസാരിക്കുന്നത് അങ്ങ് നിർത്തി. ഇത് ഞാൻ അറിയുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് 2021 ആയപ്പം ഒരു ദിവസം സഡൻലി എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങ് ഭയങ്കര ഭാരം,
ഒത്തിരി വേദന, ഒത്തിരി നിരാശ. ഞാൻ മുട്ടുമടക്കി ഞാൻ പറഞ്ഞു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ ദൈവം, എന്നും അങ്ങനോട് സംസാരിക്കുമായിരുന്നു, എവിടെ പോയി, എന്തുകൊണ്ട് എന്നെ വിട്ടുപോയി, എന്തുകൊണ്ട് ദൈവം എന്നെ വിട്ടിട്ട് ദൂരെ പോയി. അപ്പോഴും ഞാൻ ദൈവത്തോട് കംപ്ലയിൻറ്റ് ചെയ്യുക, ദൈവം എന്നെ വിട്ടിട്ട് ദൂരെ പോയി. ദൈവമാണോ വിട്ട്? ഒരിക്കലുമല്ല. ദൈവം അന്നേരവും അടുത്തുണ്ട്. നമ്മളാ വിട്ടത്. നമ്മൾ എവിടെയൊക്കെയോ നമ്മുടെ ലൈഫിൽ നാം ബിസിയായി തുടങ്ങിയപ്പം ദൈവവുമായിട്ടുള്ള ആ ഒരു കോൺടാക്ട്, ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു സ്നേഹം എവിടെയൊക്കെയോ ഒന്ന് വീക്കായി. അന്ന് രാത്രി എനിക്ക് പിടികിട്ടി, അയ്യോ ഞാൻ ആ തെറ്റ് ചെയ്ത്, ദൈവം എൻ്റെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ എവിടെയൊക്കെയോ ദൈവത്തെ മറന്നുപോയി. പിന്നത്തേതിൽ മടങ്ങി വരാൻ ഒത്തിരി സമയം എടുത്തു കേട്ടോ. ഞാൻ ഒത്തിരി കരഞ്ഞു, ദൈവമേ ഇന്ന് എനിക്ക് ദൈവശബ്ദം കേൾക്കണം, ഒന്നുകൂടെ എന്നെ ഒന്ന് ടച്ച് ചെയ്ത്, പണ്ടത്തെ ഇതിലധികമായി എനിക്ക് ദൈവത്തെ കേൾക്കണം, ദൈവത്തെ അറിയണം. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ കേട്ടോ. അന്ന് രാത്രിയിൽ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവമേ അങ്ങ് ഇന്നും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയുന്നതിന് മുമ്പ് അങ്ങ് എനിക്ക് ദർശനം തരണം, എന്നോട് ദർശനത്തിലൂടെ സംസാരിക്കണം. ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, എന്തിന് ദൈവം എന്നോട് സംസാരിക്കും, ഞാൻ ദൈവത്തെ ഇട്ടിട്ട് പോയതാ, ദൈവം എന്നോട് സംസാരിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിലെ ചിന്ത. എന്നാൽ ദൈവം വിശ്വസ്തനാ കേട്ടോ. ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം. അന്ന് രാത്രി 12 മണിക്ക് മുൻപ് ഞാനൊരു ദർശനം കണ്ടു. ദൈവം എന്നോട് സംസാരിച്ചു. എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ, മുൻപോട്ടുള്ള കാര്യങ്ങൾ സകലതും ദൈവം എനിക്ക് ദർശനം തന്നു കേട്ടോ. ഞാൻ ചാടി എഴുന്നേറ്റ്, ഞാൻ സമയം നോക്കി, എത്ര മണിയായെന്ന് നോക്കി, കറക്റ്റ് 11:59. ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചത് ഇതായിരുന്നു, ദൈവം ഇന്നും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയുന്നതിന് മുൻപ് എന്നോടൊന്ന് സംസാരിക്കണം. ദൈവം വിശ്വസ്തനായ ദൈവമായതുകൊണ്ട് എന്നോട് സംസാരിച്ചു കേട്ടോ. അന്ന് ആ ഒരു ദിവസത്തിന് ശേഷം ഐ മെയ്ഡ് ഷുവർ ഈ ദൈവത്തെ വിട്ടിട്ട് എനിക്ക് പോകാൻ ഒക്കത്തില്ല, ഇല്ല ഇനിയും എനിക്ക് സ്നേഹം വിട്ടുകളയാൻ എനിക്ക് ഒക്കത്തില്ല. അന്ന് തൊട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ രീതിയൊക്കെ ചേഞ്ചായി. ഞാൻ പറഞ്ഞു, ദൈവമേ എന്നോ അറിഞ്ഞു, എന്നോ എൻ്റെ ദൈവം എൻ്റെ ഫ്രണ്ടായിരുന്നു, എന്നോ ദൈവം എൻ്റെ ഗൈഡായിരുന്നു എന്ന് പറഞ്ഞിരിക്കാൻ ഞാൻ റെഡിയല്ല. ഓരോ ദിവസവും എനിക്ക് ദൈവത്തെ അറിയണം. ഓരോ ദിവസവും പുതിയതായിട്ട്, പ്രൈസ് ദി ലോർഡ്, പുതിയതായിട്ട് എനിക്ക് ദൈവത്തെ രുചിച്ചറിയണം. വാക്യം പറയുന്നു, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ്. അല്ലയോ, നിങ്ങളൊന്ന് രുചിച്ചു നോക്കിയേ, ദൈവം നല്ലവനെന്നൊന്ന് രുചിച്ചു നോക്കിയേ. അവിടെ ചെയ്യേണ്ടുന്നത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. നമ്മൾ ടേസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിട്ട് ദൈവം എന്നെ വിട്ടിട്ട് പോയോ, ദൈവമേ സ്നേഹം കുറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇന്നൊന്ന് മടങ്ങി വരാൻ. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസംഗത്തിൻ്റെ രീതിയിലല്ല ഞാൻ പ്രസംഗിക്കുവല്ല, ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇന്നും നിങ്ങളെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഏതോ കാലത്ത് ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഏതോ കാലത്ത് ദൈവത്തെ കണ്ടു, ദൈവം തൊട്ടു എന്ന് പറഞ്ഞിട്ട് തൃപ്തിപ്പെട്ടിരിക്കരുത്. അതൊക്കെ ആ ഒരു ടൈം അല്ല ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത്, ഇന്നും ഡെയിലി നാം ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലാണോ എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നത്തെ ഇതിൽ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നിങ്ങനെ വെയിറ്റ് ചെയ്യും. ദൈവത്തിൻ്റെ ദാസന്മാരും ഒക്കെ ഞങ്ങളുടെ ചർച്ചിൽ വരുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും, ദൈവത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ. എൻ്റെ വിചാരം മുഴുവനും ഒരു വ്യക്തി വന്ന് എൻ്റെ തലയിൽ കൈവച്ചാൽ ദൈവത്തിന് എന്നെ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് എന്നോട് അവരിൽ കൂടെ സംസാരിക്കുന്നതെന്നാണ് ഞാൻ അതിലങ്ങ് തൃപ്തിപ്പെടുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി, ഇതിലല്ല തൃപ്തിപ്പെടേണ്ടത്. വേറൊരു മനുഷ്യനിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നതിൽ തൃപ്തിപ്പെടാൻ ഒക്കത്തില്ല. എനിക്ക് ഡയറക്റ്റ് ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ കേൾക്കണം. ആ ഒരു ആഗ്രഹം ഉള്ളിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, ഒന്ന് വില കൊടുക്കാൻ നാം റെഡിയായാൽ, ഒന്ന് മുട്ടുമടക്കാൻ നാം റെഡിയായാൽ, നമ്മളൊക്കെ ഒത്തിരി ബിസിയാണ്, ശരിയാണ്. എന്നാൽ ബിസി സ്കെഡ്യൂളിനകത്തും നാം ദൈവത്തിന് വേണ്ടി ഒരു അല്പസമയം മാറ്റിവെക്കാൻ റെഡിയായാൽ. ഞാൻ പണ്ടിങ്ങനെ മാർട്ടിൻ ലൂഥറിൻ്റെ ഒരു വാക്ക് ഞാനിങ്ങനെ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. താൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ, എനിക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞാൻ ഒരു 3 മണിക്കൂർ പോയിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ചെയ്യാൻ ഒത്തിരി കാര്യമുണ്ട്, അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞാൻ എന്ത് ചെയ്യട്ടെ, പോയിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ബിസി ലൈഫിലാണ് നടക്കുന്നത്, ശരിയാണ്, ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ആ കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടുന്ന ബലം കിട്ടുന്നത് ആ പ്രാർത്ഥനയിലൂടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റ് കൊടുത്തിട്ട് വരുന്ന സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ലിസ്റ്റ് കൊടുത്തിട്ട്, ഷോപ്പിങ്ങിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ട് വരുന്നത് പോലെ ആകരുത്. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചും ആരാധിച്ചും അവിടെ അങ്ങ് ഇരിക്കണം കേട്ടോ. അവിടെ ഇരുന്ന് ദൈവത്തിന് എന്നോട് എന്തുവാ സംസാരിക്കാനുള്ളത് എന്നൊന്ന് കേൾക്കാൻ നാം റെഡിയായാൽ ദൈവം നമ്മളോട് തീർച്ചയായിട്ടും സംസാരിക്കും. നമ്മുടെ ഫ്രണ്ടായിട്ട്, നമ്മുടെ ഗൈഡായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അതിലൊക്കെ ഉപരിയായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ പുതിയ രീതിയിലാണ് ദൈവത്തിന് ഒത്തിരി ആഗ്രഹമാണ് തന്നെത്താനൊന്ന് വെളിപ്പെടുത്തി തരാൻ. നമ്മളൊന്നിരിക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് ഉള്ള കുഴപ്പമേ ഉള്ളൂ. ദൈവം ഫ്രണ്ടായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല, ഗൈഡായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. ഇന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, എനിക്ക് ഏത് ബുദ്ധിമുട്ട് വന്നാലും അപ്പ എന്നൊന്ന് വിളിച്ചാൽ മതി, എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്.
അത് മാത്രമല്ല, ഏത് വേദനയുടെ നടുവിലും ഏത് ടെൻഷൻ്റെ നടുവിലും എൻ്റെ തല ചായ്ക്കാൻ എനിക്കൊരു മാറിടമുണ്ട്. ക്രിസ്തുവിൻ്റെ മാർവിടം എനിക്കുണ്ട്. എനിക്കൊരു ലൈഫ് പാർട്ട്ണറായിട്ട് എനിക്ക് ക്രിസ്തു ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറയാനല്ല, നമ്മൾ ശരിക്കും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനാ പറയുന്ന ദൈവത്തെ ഒന്ന് സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇന്നറിയാം പിതാവിൻ്റെ സ്നേഹം എന്നെ മൂടിയിട്ടുണ്ട്. എനിക്കറിയാം ക്രിസ്തു എന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടിയുണ്ട് എൻ്റെ കൈ പിടിച്ച് നടത്താൻ. ഓരോ മീറ്റിങ്ങിനും ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നതിന് മുൻപ് ഞാൻ ഇങ്ങനെ പറയാം, എനിക്കറിയത്തില്ല പ്രസംഗിക്കാൻ, എനിക്ക് വാക്കുകളൊന്നും കിട്ടത്തില്ല, പരിശുദ്ധാത്മാവെ അങ്ങ് യു ടേക്ക് കൺട്രോൾ ബിക്കോസ് ഐ കനോട്ട് ഡു ഇറ്റ് ഓൺ മൈ ഓൺ. അങ്ങനെ പറഞ്ഞിട്ട് കയറി ഒരിടത്തും ഇതുവരെ വാക്ക് തപ്പി നിൽക്കേണ്ടിയൊന്നും വന്നിട്ടില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് ഞാൻ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ എൻ്റെ നാവിന്മേൽ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാര്യസ്ഥനായിട്ട്, എൻ്റെ ഒരു ഹെൽപ്പറായിട്ട്, എൻ്റെ ഒരു കൂട്ടായിട്ട് എനിക്കിന്നും പരിശുദ്ധാത്മാവുണ്ട്. നോക്കി എത്ര വലിയൊരു കവറേജ് പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സ്നേഹവും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ഒരു സ്നേഹത്തിനകത്ത് നിൽക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ സ്നേഹിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞ് അവർക്ക് വേണ്ടി സകലതും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. നാം നന്മയെ തേടിയൊന്നും പോകണ്ട കേട്ടോ. നാം നന്മയുടെ ഉറവിടത്തെ ഒന്ന് സ്നേഹിച്ചാൽ മതി. നന്മയൊക്കെ ആ ഉറവിടത്തിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടി ദൈവം ചൊരിഞ്ഞു തന്നോളും. തൻ്റെ ജീവനെ പോലും തരാൻ റെഡിയായ ദൈവത്തിനാണോ നമുക്ക് വേണ്ടി കരുതാൻ പറ്റാത്തത്, നമുക്ക് വേണ്ടി എല്ലാം ഒന്ന് ഒരുക്കി തരാൻ പറ്റാത്തത്? ദൈവത്തിന് സകലതും കഴിയും കേട്ടോ. എന്നാൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഈ വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടത്, ദാവീദിനെ കുറിച്ചും മറിയെക്കുറിച്ചും പത്രോസിനെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടത്, അവർക്ക് നന്മ കിട്ടിയത്, അവരുടെ ജീവിതത്തിൽ വന്ന ഒരു ബുദ്ധിമുട്ടിനെ ദൈവം നന്മയാക്കി തീർത്തത് ലോകം കാണുന്ന ഒരു നന്മയായിട്ടല്ല. അല്ലയോ, ലോകത്തിൻ്റെ മുൻപിൽ നന്മ എന്തുവാണെന്നറിയാമോ? നമ്മുടെ ശത്രുക്കളുടെ മുൻപിൽ തല ഉയർത്തുന്നതും, അല്ലെ സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര നല്ല നിലയിൽ നിൽക്കുന്നതും, സൊസൈറ്റിയുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാനൊക്കെ, അതിനെയൊക്കെ ലോകം നന്മ എന്ന് എണ്ണുന്നത്. എന്നാൽ ദാവീദ് പറയും എത്രയോ കുടുംബങ്ങൾ ഈ ലോകത്തിലുണ്ടായിട്ടും എൻ്റെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ രക്ഷയെ ഒന്ന് കൊണ്ടുവരിക, ഈ ലോകത്തിലോട്ട് കൊണ്ടുവരിക, എൻ്റെ ഫാമിലിയെ ദൈവം തിരഞ്ഞെടുത്ത്. അതിലും വലിയ ഭാഗ്യം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മറിയ പറയും ദൈവത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വേറൊന്നുമല്ല, നന്മയൊന്നുമല്ല, എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ നന്മയൊന്നുമല്ല, ദൈവത്തിൻ്റെ ശക്തിയെ പ്രകടമാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത എൻ്റെ കുടുംബത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയും ഞാൻ പിന്മാറിയൊക്കെ പോയി, ശരിയാ, എന്നാൽ എന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിന് വേണ്ടി ദൈവം കണ്ടത് എന്നെ കൂടെ. അപ്പം നന്മ എന്ന് പറയുന്നത്, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള നന്മയല്ല കേട്ടോ. നാം ലോകത്തിലൊന്നുമായില്ലെങ്കിലും ദൈവം നമ്മളെ വിളിച്ച വിളിക്കകത്ത്, അല്ലയോ വാക്യം ഇങ്ങനെ പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെന്ന് വെച്ചാൽ ഒരു പർപ്പസോട് കൂടിയ ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്. ആ വിളിക്കകത്ത് നമുക്ക് വേണ്ടുന്നത് സകലതും ദൈവം നന്മയ്ക്കായിട്ട് അലൈൻ ചെയ്ത് തരും കേട്ടോ. എന്ന് വെച്ചാൽ എന്നെ വിളിച്ച ഒരു വിളിയുണ്ട്, എനിക്കറിയാം എന്നെ എന്തിനാ വിളിച്ചതെന്ന്. അപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതേത് കാര്യമായാലും അത് സകലതും ആ വിളിക്ക് വേണ്ടിയിട്ട് ദൈവം അലൈൻ ചെയ്ത് തരും. മനസ്സിലായോ? ആ വിളി പൂർണ്ണമാക്കാൻ എന്നെ വിളിച്ച വിളിക്കകത്ത് ദൈവം ഏത് ഉദ്ദേശത്തോടുകൂടാണ് എന്നെ വിളിച്ചത്, ആ ഉദ്ദേശത്തെ കംപ്ലീറ്റ് ചെയ്യുവാൻ എനിക്ക് വേണ്ടുന്നത് സകലതും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. അങ്ങനെ എന്തെങ്കിൽ ദൈവത്തെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന ഫിനാൻഷ്യൽ കാര്യങ്ങൾ ദൈവം തരും എന്നോർത്താരും ദൈവത്തെ സ്നേഹിക്കാനിരിക്കരുത്. ഞാൻ കണ്ടിട്ടുള്ളത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേദന, ഏറ്റവും കൂടുതൽ നിന്ന അനുഭവിക്കുന്നതൊക്കെ ദൈവത്തെ ഒത്തിരി അധികം സ്നേഹിക്കുന്നവരാ. ദൈവത്തെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അറിയാൻ ലൈഫിൽ വരുന്ന കഷ്ടതകളുടെ ഇൻറ്റൻസിറ്റി ഒക്കെ കൂടുന്നത്. എന്നാൽ അതിനകത്തും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ? നമ്മുടെ വിളിക്കകത്ത്, ആ ഉദ്ദേശത്തിനകത്ത് നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം അലൈൻ ചെയ്തു തരും. യോസെഫിനോട് ചോദിച്ചാൽ യോസെഫ് പറയും, വീട്ടുകാരും തള്ളി, സഹോദരന്മാരും തള്ളി, അല്ലെങ്കിൽ എന്നെ ഒരു ബന്ദിയാക്കി, ഒരു സ്ലേവ് ആക്കി, എന്നെ എവിടോ അന്യദേശത്ത് കൊണ്ടുപോയി, എന്നെ ഒരു ജയിലിനകത്ത് പോലും ഇട്ടു, എന്നാൽ അത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. എങ്ങനെയാണ് നന്മയായത്? യോസെഫ് നിന്നെ വിളിച്ചത് തന്നെ ഇതിനു വേണ്ടിയാ. അല്ലയോ, വർഷങ്ങൾക്ക് മുൻപേ അബ്രഹാമിനോട് പറഞ്ഞൊരു പ്രോമിസ് ഉണ്ട്, നിന്റെ തലമുറ അന്യദേശത്ത് പോകും, എന്നാൽ അവിടെ നിന്നും ഞാൻ മടക്കി കൊണ്ടുവരും. ഇതൊക്കെ നടക്കണമെങ്കിൽ യോസെഫിലൂടെ അത് നടക്കൂ. അതുകൊണ്ട് യോസെഫിന്റെ ലൈഫിൽ വന്ന കഷ്ടത തന്നെ വിളിച്ച ഉദ്ദേശത്തിനകത്ത് സകലതും ദൈവം നന്മയാക്കി കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസവും പുതിയ രീതിയിൽ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുന്നു എങ്കിൽ
നമ്മളെ വിളിച്ച വിളിക്കകത്ത് സകലതും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളെ ഒന്നുകൂടെ എൻകറേജ് ചെയ്യട്ടെ. നാം വിശ്വാസികളെന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടൊന്നും ഇരിക്കരുത്. ശരി, അവിശ്വാസികളാ, ഏതോ കാലത്തൊക്കെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടായിരിക്കും, അത് തൃപ്തിപ്പെട്ടിരിക്കരുത്. എന്നോ തിന്ന് അപ്പത്തിൻ്റെ ബലത്തിൽ 40 ദിവസമൊക്കെ നടക്കുന്ന പോലെ ഒന്നും നടക്കരുത് കേട്ടോ. ഓരോ ദിവസവും ദൈവമേ എനിക്ക് അങ്ങിൽ നിന്ന് ചിലത് പ്രാപിക്കണം, ഓരോ ദിവസവും ദൈവമേ എനിക്ക് അങ്ങയോട് ഇച്ചിരൂടെ അധികം അടുക്കണം, ഓരോ ദിവസവും ദൈവം മറ്റുള്ളവർ കണ്ടിട്ടുള്ളത് പോലല്ല, അതിലും ഡീപ്ലി എനിക്ക് ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് കാണണം, എനിക്കൊന്ന് ടച്ച് ചെയ്യണം, എനിക്ക് അങ്ങ് ഇനിയും സ്നേഹിക്കണം, ആ സ്നേഹത്തെ എനിക്കും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാവിനെ ദൈവം തൃപ്തിപ്പെടുത്തും. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ നാം റെഡിയെങ്കിൽ നമുക്ക് വേണ്ടി സകലതും, അല്ലെങ്കിൽ ഒരു കാര്യമല്ല സകലതും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുക. അത് കണ്ണുനീരായാലും ദുഃഖമായാലും അത് രോഗമായാലും അത് വേദനയായാലും നിന്ദകളായാലും ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റും. ആ നന്മ ലോകപ്രകാരമുള്ള നന്മയല്ല, ദൈവിക വിളിയുടെ ഉദ്ദേശത്തിനകത്ത് സകലതും ദൈവം നന്മയ്ക്കായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇന്നും ശക്തനായ ഒരു ദൈവത്തിന് മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യാസമയം ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ അടുത്തോട്ടൊന്ന് വരുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ, ഇടപെടാതെ അന്വേഷിക്കുവാൻ നിങ്ങളെ ഒന്നുകൂടൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുക ഇവിടെ. പ്രസംഗമല്ല, ഇന്നൊന്നുകൂടെ നിങ്ങളെ എൻകറേജ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മളെ തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നാം ഇന്ന് എവിടെ നിൽക്കുന്നത്? നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നാം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? നാം ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലോട്ട് ഞങ്ങൾ അടുത്തു വരുന്നു. ഏത് സമയത്തും അപ്പാ എന്ന് വിളിച്ച അങ്ങയുടെ അടുത്തോട്ട് ഓടി വരുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി സമയം ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പം കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുവാനുള്ളൊരു കൃപ, അതിനുള്ളൊരു മനസ്സ്, അതിനുള്ളൊരു വാഞ്ച ദൈവം ഞങ്ങൾക്ക് തന്നാട്ട്. അങ്ങേ സ്നേഹിക്കുവാൻ ഓരോ ദിവസവും പുതിയതായി ദൈവത്തെ ഒന്ന് കാണുവാൻ, ദൈവത്തെ ഒന്ന് അറിയുവാൻ, കർത്താവ് ഏതോ വർഷം ഞങ്ങൾ കണ്ടു കേട്ടു എന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടിരിക്കുവാനല്ല, പുതിയതായി അല്ലെങ്കിൽ ഒന്നുകൂടൊന്ന് കർത്താവ് ദൈവത്തെ ഒന്നുകൂടൊന്ന് സ്നേഹിക്കുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തന്നാട്ടെ. ദൈവസ്നേഹം ഇന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും, ക്രിസ്തു ഞങ്ങളുടെ ബലമായിട്ട് കൂടെ ഉണ്ടെന്നും, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കരം പിടിച്ചുണ്ടെന്നും ഉള്ള ധൈര്യമായ വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് തരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രെയർ ലൈൻ ഹാൻഡിൽ ചെയ്യുന്നവര്, ഹോസ്റ്റ് ചെയ്യുന്നവര്, കർത്താവ് റെക്കോർഡിങ്സും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാര്, വചനം വായിക്കുന്ന ആൾക്കാര്, എല്ലാവരെയും ദൈവകാര്യത്തിൽ ഏൽപ്പിക്കുന്നു. സ്വർഗമേ, അവരെ അങ്ങ് അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രെയർ ലൈൻ അനേകരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലോട്ട് മടക്കി കൊണ്ടുവരുവാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ ഞങ്ങളൊക്കെ കർത്താവേ അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ, അങ്ങയെ അന്വേഷിച്ച് അങ്ങയിൽ നിന്ന് വരുന്ന നന്മകളെ പ്രാപിച്ച് ജീവിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ ഇടയാക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെല്ലാവരെയും ദൈവകരത്തിൽ തരുന്നു. പുതിയ ആഴ്ച ദൈവസ്നേഹത്തിൻ്റെ കവറേജിനുള്ളിൽ നിൽക്കുവാൻ ദൈവമേ അങ്ങ് ഇടയാക്കണം. സകലത് നന്മയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നുള്ള വിശ്വാസത്തിലും ധൈര്യത്തിലും മുന്നേറുവാൻ ദൈവമേ അങ്ങ് ഇടയാക്കിക്കാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ജീവനുള്ള യേശുപ്പച്ചൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ.